വാഴയ്ക്കപ്പം തരാം. എടാ ഞാൻ അത്രയും കൊടുക്കല്ലേ, മധുരമല്ലേ. പപ്പിയായിട്ട് കുറേ കാലമായിട്ട് ആഗ്രഹിക്കുകയാണ് ഇവിടുന്ന് സ്റ്റേക്കേഷനിൽ പോകുന്നത്. പക്ഷേ പപ്പീനെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഞങ്ങൾ വേവ് ഹെവനിൽ എത്തിയത്. ദാറ്റ് വാസ് എ വെരി പ്രിറ്റി പ്രോപ്പർട്ടി, ലൈക്ക് അമേസിങ് പ്രോപ്പർട്ടി. പക്ഷേ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പെറ്റ് ഫ്രണ്ട്ലി ആണ്. സോ വി ഹാഡ് എ ഗുഡ് ടൈം ദർ. ഞങ്ങളൊരു ചെറിയ സ്റ്റേക്കേഷനാണ് പോയത്. ഫസ്റ്റ് ഡേ ഒരു 11:30 അപ്പോൾ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. നെക്സ്റ്റ് ഡേ അഗെയിൻ ബൈ 12 ചെക്ക് ഔട്ട് ചെയ്തു. അപ്പൊക്കെ കഴിച്ചോ? ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് പപ്പി തന്നെയായിരുന്നു. വളരെ നല്ല പ്രോപ്പർട്ടി ആയിരുന്നു കേട്ടോ. അവർക്ക് 2 BHK ആണ്. ആസ് ഇൻ ഒരു വില്ല പോലെയാണ്. ഇതാണ് അവരുടെ വാഷ്റൂം എന്ന് പറയുന്നത്. പിന്നെ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമുണ്ട്. അതേപോലെ നമുക്കൊരു കിച്ചൺ ഏരിയ ഉണ്ട്. ഇഫ് യു വോണ്ട് കുക്ക് യു ക്യാൻ. പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ കാണുന്നത്. ഫ്രണ്ടിലാണ് ഹൈലൈറ്റ്. ഫ്രണ്ടിൽ ഓടി കളിക്കാൻ കുറേ സ്ഥലവും അതേപോലെ ആ ഒരു വാട്ടർ വ്യൂ ആണ്. അടിപൊളിയായിട്ട് മഴ പെയ്തു. എന്നിട്ട് ഞങ്ങൾ അറിഞ്ഞില്ല. ആക്ച്വലി ഭയങ്കര ചൂടായിരുന്നു വന്ന സമയത്ത്. അപ്പം ഞാൻ കുളിക്കാനൊക്കെ പോയി. ഇവിടെ പപ്പീനെ കുറച്ച് നേരം നമ്മൾ കുളിപ്പിച്ചിട്ട് എന്നിട്ട് ഞങ്ങൾ പോയി കുളിച്ചിട്ട് ഐ വാസ് ലൈക്ക് കുറച്ച് നേരം റീലൊക്കെ കണ്ട് ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഐ ഡിഡ്ന്റ് നോ ഇവിടെ ഇത്രയും നന്നായിട്ട് മഴ പെയ്യുന്നത്. ഐ മിസ്ഡ് ഇറ്റ് ആക്ച്വലി. ഇപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങി നിൽക്കുകയാണ്. ഭയങ്കര രസമുള്ള ലൈറ്റ്, ഭയങ്കര രസമുള്ള വൈബ്, നല്ല തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ. ചായ അല്ല, ആക്ച്വലി നമ്മൾ ഹോർലിക്സ് കുടിക്കാൻ പോവുകയാണ്. ഹോർലിക്സ് ഈവനിങ് ടൈം വൈബ് തന്നെ കേട്ടോ. അവിടെ സൺസെറ്റൊക്കെ കണ്ട് ചായയോ എന്താണെന്ന് വെച്ചാൽ കഴിച്ചിട്ടൊക്കെ ഇരിക്കാൻ. അവിടെ തൊട്ടടുത്തൊരു ചേച്ചിയുണ്ട്, ഹോം മെയ്ഡ് ഫുഡൊക്കെ തരും. നമ്മളവിടെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ചെറായി ബീച്ചിലോട്ട് പോയി. ആക്ച്വലി അവിടെ നിന്നൊരു 15 മിനിറ്റ്സ് ഉള്ളൂ. ബീച്ചിൽ വിഷ്വൽസ് എടുക്കാൻ പറ്റില്ല, പപ്പി ഉള്ളതുകൊണ്ട് കുറച്ച് ഹാർഡായിരുന്നു. പക്ഷേ തിരിച്ച് വരുന്ന വഴി ഈ ഒരു ചേട്ടൻ വലയിടുന്നത് കണ്ടു മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റോഡിലിറങ്ങി നിന്ന് ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത് ഭയങ്കര രസമാണ്. ഞാൻ കുമ്പളങ്ങി നെറ്റ്സിൽ കണ്ടിട്ട് പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ അവിടെ കുറച്ച് പേരൊക്കെ ടൈം സ്പെൻഡ് ചെയ്തു. ആൻഡ് ആക്ച്വലി ഭയങ്കര രസമുള്ള ഒരു ട്രിപ്പായിരുന്നു. കാരണം പപ്പി ഒരുപാട് എൻജോയ് ചെയ്തു. പപ്പി കൂടെ ഉള്ളതുകൊണ്ടുള്ളൊരു സമാധാനം ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അവൾ ഓടിക്കളിച്ച് ലാസ്റ്റ് ലൈക്ക് അവൾ ഭയങ്കര പീസ്ഫുള്ളായിട്ട് അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. ടയേർഡായിപ്പോയി. തിരിച്ച് വന്നപ്പോഴത്തേക്കും അവൾ അഗെയിൻ വലിയ ബഹളമൊന്നും ഇല്ലാണ്ട് മിണ്ടാണ്ടിരുന്നു. അവൾക്ക് ഫുഡൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്ത് ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ആ ഒരു ലൈറ്റും ആ ഒരു വൈബിലും പുറത്തിരുന്ന് ഫുഡ് കഴിക്കാൻ ഭയങ്കരമായിട്ട് തോന്നി. അവിടെ ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. സോ ഇറ്റ് വാസ് ഈസി. നമ്മൾ സീ ഫുഡാണ് പറഞ്ഞത്. അവിടുത്തെ കരിമീൻ പൊളിച്ചത് ഭയങ്കര അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു. അതേപോലെ ഒരു പീര, റൈസ്, ഇതൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത്. സോ വി ഹാഡ് എ റിയലി ഗുഡ് ടൈം. ഓടി കളിച്ചതാണ്. ഓടി കളിച്ചിട്ട് കാല് നോക്കിയിട്ട് പപ്പി ഇതാ കാറിൻ്റെ അടിയിൽ കയറി. ഞാൻ പോയി വീണ്ടും കാറിൻ്റെ അടിയിൽ കയറുന്നതാണ്. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തുള്ളെങ്കിലും ഉണ്ടായിരുന്ന സമയം ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു. നമ്മൾ നെക്സ്റ്റ് ഡേ നേരത്തെ ചെക്ക് ഔട്ട് ചെയ്തു. പപ്പി ടാറ്റ പറയോ? ടാറ്റാ.